ഹലോ, ഈസി റെസിപ്പിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പുളിയിഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുളിയിഞ്ചി ഉണ്ടാക്കുന്നതിനായി ഞാൻ 250 ഗ്രാം പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 200 ഗ്രാം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 10 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശർക്കര ഞാനിവിടെ പാവാക്കാൻ വെച്ചിട്ടുണ്ട്. പുളി അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി പിഴിഞ്ഞ് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത പുളിവെള്ളം ഏകദേശം ഒരു 9 ഗ്ലാസ് ഉണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇടുക. പച്ചമുളക് അരിഞ്ഞതും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിക്കാൻ വയ്ക്കുക. ഇത് ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായി വെന്ത് കിട്ടണമെങ്കിൽ നന്നായി തിളയ്ക്കണം. പിന്നെ ഇതിലത്തെ വെള്ളം കുറച്ച് വറ്റി വരണം, കുറച്ചൊന്ന് തിക്കാവണം. ഞാനുണ്ടാക്കുന്ന പുളിയിഞ്ചിക്ക് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും. ചെറിയ കുട്ടികൾക്ക് വരെ ഇഷ്ടാവും. ഞാനിതിൽ 1/2 കിലോ ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. ശർക്കര നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം വീണ്ടും തിളപ്പിച്ച് അത് നന്നായി വറ്റിച്ചെടുക്കണം. ശർക്കര ഒന്ന് നന്നായി കട്ടിയാവണം. വീണ്ടും ഞാൻ അരിച്ചെടുത്തിട്ട് ഒന്ന് കട്ടിയാവാൻ വേണ്ടി വീണ്ടും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ചിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് കഴിയുന്നിട്ടും വെള്ളം ശരിക്കും വറ്റിയിട്ടില്ല. കുറച്ച് നേരം കൂടി ഒന്ന് നന്നായി തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് ശർക്കര പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും നമ്മളൊരു അരമണിക്കൂറൊക്കെ വെച്ച് വറ്റിക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാനിതിൽ 250 ഗ്രാം പുളിയും 1/2 കിലോ ശർക്കരയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് കൂടുതൽ പുളിയിഞ്ചി വേണമായിരുന്നു. എൻ്റെ നൈബേഴ്സിനൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് കൂടുതലായി ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച് പുളി എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പും ശർക്കര പാവും ചേർത്തിട്ടുണ്ട്. നന്നായി തിളച്ച് വറ്റുമ്പോൾ ഓഫ് ചെയ്യണം. ഇനി പുളിയിഞ്ചിയിലേക്ക് കടുക് താളിക്കണം. ഇതിനായി ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് തീ ഓഫാക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്ന മുളക് ഇട്ടു. തീ ഓഫ് ചെയ്ത് വേഗം കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനി ഇത് പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡിയായി. കുറേ ദിവസം കേടുവരാതെ ഇരിക്കുന്ന നല്ല പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. നല്ല പുളിപ്പും മധുരവും ഒക്കെ ഉള്ള നല്ല അടിപൊളി പുളിയിഞ്ചിയാണ്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കും.